ഇന്ത്യൻ എക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആണ്. അതായത് എന്നെ നിങ്ങളെ പോലുള്ളവർ. അപ്പം മിഡിൽ ക്ലാസിൻ്റെ സാലറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ മിനിമം സാലറി എന്ന് പറയുന്നത് 25,000 30,000 രൂപ മന്ത്ലി സാലറി എന്നാണ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മിനിസ്ട്രി, അത് പ്ലാനിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. പിന്നെ അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, അവരുടെ സാലറി ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ, 1.5 ലക്ഷം 2 ലക്ഷം ആ രീതിയിലാണ് അപ്പർ മിഡിൽ. എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പം ഇന്ത്യയിലെ ഈ എക്കോണമി എന്ന് പറയുന്നത് ബേസിക്കലി ആണ് മിഡിൽ ക്ലാസ് ആണ്, സമ്മതിച്ചല്ലോ. ഇപ്പം ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന്, അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതെൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ ശ്രദ്ധിച്ചൊരു പോയിൻ്റ്. അതായത് എനിക്കറിയാവുന്നതാണ്, ഈ ഗാർമെൻറ്റ്സ് ഒക്കെ മാനുഫാക്ചേഴ്സായിട്ട് കോയമ്പത്തൂരുള്ളവരും തിരുപ്പൂറുള്ള കാര്യമുള്ള പലരും എനിക്ക് പേഴ്സണൽ ഫ്രണ്ട്സാണ്. പിന്നെ ലുധിയാനയിൽ ഉണ്ടാക്കുന്നവർ, ഡൽഹിയിൽ ഇതുണ്ടാക്കുന്നവരൊക്കെ പേഴ്സണൽ ഫ്രണ്ട്സാണ് പലരും. അപ്പോൾ എനിക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ വില എത്രയാണ്, ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഗ്ലോബൽ ബ്രാൻഡായ ലീവൈസ്, അത് യുണൈറ്റഡ് കളേഴ്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ ബ്രാൻഡുകളുണ്ട്. ഇപ്പം നമ്മൾ അമേരിക്കയിൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങുമ്പോഴും അപ്പം അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടിലുണ്ടാക്കിയ സാധനമാണ് അമേരിക്കയിൽ സായിക്കും മറ്റുള്ളവരൊക്കെ വാങ്ങുന്നത്. കാരണം വലിയ ഗ്ലോബൽ ബ്രാൻഡാണല്ലോ ഈ സംഭവം. ഇപ്പം ഞാനൊരു പലയിടത്തെ അനുഭവം ഉണ്ടായത്. കാരണം അമേരിക്കയിൽ ഞാൻ ഏകദേശം ഒരു 15,000 കിലോമീറ്ററാണ് റോഡ് സഞ്ചരിച്ച്. അതിനെപ്പറ്റി ഞാനൊരു വേറെ വീഡിയോ ചെയ്യാം. ഏകദേശം 5ഓളം സ്റ്റേറ്റുകളാണ് ബൈ റോഡ് പോയേക്കുന്നത്. അതായത് ഡൽഹിയിൽ നിന്നും അമേരിക്കയിൽ ബൈ എയറിൻ്റെ ഡിസ്റ്റൻസാണ് ഏകദേശം 15,000 കിലോമീറ്റർ. ഞാൻ അമേരിക്കയിൽ 5 സ്റ്റേറ്റുകൾ ബൈ റോഡിൽ കൂടെ 15,000 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ ആലോചിക്കുക, വെസ്റ്റ് മുഴുവനും ഞാൻ പോയി വാഷിങ്ടണ്, സിയാറ്റില്, ഓറിഗോൺ, ആരിസോണ, അപ്പോൾ ഈ സംഭവം മുഴുവനും ഞാനത് കവർ ചെയ്തു. ലാസ് വെഗാസ് അത് വേറെ ഒരു സ്റ്റേറ്റാണ്. ഇപ്പം ഇവിടെയൊക്കെ പോകുമ്പോഴും ഞാൻ ഈ മാർക്കറ്റിലൊക്കെ പോയി പലതിൻ്റെ വില നോക്കാൻ, കാരണം വില നോക്കാൻ പോകുന്നത് കാരണം ഇതിനെപ്പറ്റി ഒരു റിസർച്ചും കൂടെ നടത്താൻ വേണ്ടിയായിരുന്നു. ഇപ്പം ഇതിന് തുടക്കം ഉണ്ടാകുന്നത് 2014 ഇന്ത്യയിലുള്ള ചില ഗ്രൂപ്പുകളും BJP ആയിട്ട് ബന്ധപ്പെട്ടവരും അല്ലാതെ സോഷ്യലി അറിയപ്പെടുന്ന പല ഗ്രൂപ്പുകൾ, അമേരിക്കയിലുള്ള പലരും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്, അതായത് പ്രധാനമന്ത്രി മോദിക്ക് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അതായത് ഇന്ത്യയിലുണ്ടാക്കുന്ന സാധനങ്ങൾ, അതായത് കോയമ്പത്തൂരാണെങ്കിൽ, തിരുപ്പൂറാണെങ്കിൽ, ലുധിയാനയാണെങ്കിൽ, എവിടെ ഉണ്ടാക്കിയ ഇന്ത്യയിലുണ്ടാക്കുന്ന സാധനം ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിന് ആക്സസ് ഉണ്ടായിരിക്കണം. ആ വാക്കാണ് അത്. അവർക്ക് മേടിക്കാനുള്ള വിലയെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതാണ് അവർ പറഞ്ഞത്. ഒരു സംഭവം എടുക്കാം. ഇപ്പം ലീവൈസ് ആണെങ്കിൽ, യുണൈറ്റഡ്, വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡ്. ഇപ്പം ഇതിൻ്റെ ഒരു ടീഷർട്ട് എടുക്കുന്നു, ഒരു ഷർട്ട് എടുക്കുന്നു. നിങ്ങൾക്കറിയാം ഇത് പാക്കറ്റിലൊക്കെ വെച്ചാണ് നമ്മളിത് ഷോറൂമിലൊക്കെ വെച്ചത് വിൽക്കുന്നത്. ഈ പലർക്കും സ്പെസിഫിക് ഷോറൂം ഉണ്ടല്ലോ. അപ്പം ഇത് മേടിക്കാൻ പോകും. ഇതിൻ്റെ വില എത്ര നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 2,200, 2,500, പല റേഞ്ച്. അത് കഴിഞ്ഞ് 3,000, ചില 3,000 മുകളിലും പോകും. അപ്പം ഇങ്ങനെ ഇപ്പോൾ ജീൻസ് എടുക്കുക, അതിൻ്റെ വില ഈ ഒരു റേഞ്ചിലാണ് പോകുന്നത്. ട്രൗസർ എടുക്കുക, അതിൻ്റെ വില ഈ റേഞ്ചിലാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ ഈ ഒരു ജീൻസ് എടുക്കുക, ലിവൈസിൻ്റെ ജീൻസോ പെപ്പയുടെ ജീൻസോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രിഗറിൻ്റെ ജീൻസ് എടുക്കുക. അപ്പം ഇത് അവിടെ റോ മെറ്റീരിയൽ കഴിഞ്ഞ് ഫാക്ടറി കയറി അത് തയ്ച്ച് ബ്ലീച്ചൊക്കെ കഴിഞ്ഞ്, അതായത് വിൽക്കുന്ന പരുവത്തിൽ പുറത്തോട്ട് വരുമ്പോൾ, കാരണം അവർ ഈ പറയുന്ന കമ്പനിയുടെ ലാഭവും അവരുടെ മാർജിനും ഇട്ട് അതവിടെ വിൽക്കാൻ വെച്ച്, അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുക, 170 മുതൽ 250 രൂപ വരെ ഉള്ളൂ. അതാ ഈ പ്രോഡക്റ്റിൻ്റെ വില. അതായത് 170 മുതൽ 250, 260 ഇതാണ്. കാരണം ഇതിൽ കൂടുതലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനേക്കാളും കുറച്ച് കൊടുക്കാൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആളുകൾ തയ്യാറാണ്. കാരണം അതിൽ കൂടുതൽ അവർ വിലയിടാൻ പറ്റില്ല.
ഇതാണ് കാരണം മെറ്റീരിയൽസും എല്ലാം കൂടെ വെച്ച് അവരുടെ സ്പെസിഫിക്കേഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ആവറേജ് വില. ഈ സാധനമാണ് നിങ്ങൾ ഇന്ത്യയിലെ മാർക്കറ്റിൽ പോയിട്ട് ഇവരുടെ ഷോറൂമിൽ പോയിട്ട് നിങ്ങൾ വാങ്ങുന്ന 2300, 2400, 3000 രൂപയ്ക്ക്. ഇപ്പം എത്ര വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എന്നെ ഞാനൊരു അപ്പർ മിഡിൽ ക്ലാസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഈ പറയുന്ന സാലറി സ്കെയിലുള്ള ഒരാൾക്ക് ഇത് അക്സസിബിൾ അല്ല എന്ന പോയിന്റാണ് ഞാൻ ഈ പറയുന്നത്. എങ്ങനെ ആക്സസ് ആകുന്നത്? ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിന് ഇതൊക്കെ മേടിച്ചിടണമെന്നുള്ള താല്പര്യം ഉണ്ടോ ഇല്ല, ഇതാണ് ചോദ്യം. അവർക്ക് താല്പര്യമുണ്ട്. അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറുമ്പോൾ ഇതേപോലുള്ള ബ്രാൻഡഡ് സാധനം, ക്വാളിറ്റിയുള്ള സാധനങ്ങളും നമ്മുടെ വസ്ത്രമാണെങ്കിലും ആഹാരമാണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റം ഉണ്ടാകണം. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യയിലുണ്ടായി. ഇന്ത്യയുടെ പരുത്തി, ഇവിടുത്തെ സാധനം, ഇവിടുത്തെ ജോലിക്കാര്, ഇവിടുത്തെ മിഷനറി എല്ലാം ഇവിടുത്തെ ഉപയോഗിക്കുന്നു. അത് ഇവിടെയുള്ള ഒരു മിഡിൽ ക്ലാസ്സിന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുമോ? ഒരു ടീഷർട്ടും ഒരു പാൻറ്റും 2500, 3000 ഒരു മാസം നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുമോ? എൻ്റെ ചോദ്യമാണിത്. വാങ്ങാൻ പറ്റില്ല. ഇനി അമേരിക്കയിൽ ഇതേ സാധനം ചിലപ്പോൾ ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ആയിരിക്കും. 2 ഷർട്ടും 2 ടീഷർട്ടും പ്യൂമയുടെ അണ്ടർവെയർ ആണെങ്കിലും അത് 5 എണ്ണം. വില എത്ര നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് 2 ടീഷർട്ടും 3 ടീഷർട്ടും വാങ്ങുമ്പോൾ അതിൻ്റെ വില $12, $13 ഉള്ളൂ. അതായത് നമ്മുടെ ഈ വിലയും ഈ $12-13 എന്ന് പറയുന്നത് എന്തുവാ? 1000 രൂപ കുറവിൽ. 1000 രൂപ ആകുന്നില്ല. അവന് 2-3 ഷർട്ടും 2-3 ടീഷർട്ടും 1-2 2ഓളം അല്ലെങ്കിൽ 3ഓളം ജീൻസ് എടുക്കാൻ സാധിക്കുന്നു. അവനിപ്പോൾ 1500 കൊടുത്ത 2-3 ജീൻസ് എടുക്കാൻ പറ്റും. ഇതെന്താ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യാത്ത? ഇവിടുത്തെ മിഡിൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇന്ത്യയിലെ എക്കോണമി പോകുന്നത്. ഇത് ഞാൻ തന്നെ കത്തെഴുതിയിട്ടുണ്ട്. കാരണം ഇത് ഭയങ്കര അന്തരമാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ രാജ്യത്ത്, അതായത് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അതെനിക്ക് വാങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ അമേരിക്കയിൽ പോയി മേടിച്ചോളാം. അപ്പം നിങ്ങൾ ചോദിക്കുക ഇവിടെ ഉള്ളവർ മേടിക്കുന്നത്? ഇവിടെ മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് നിങ്ങൾക്കറിയാം എന്തോ വാങ്ങുന്നതെന്ന്? ഈ പറയുന്ന അവർ പറയും എക്സ്പോർട്ട് സർപ്ലസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡ് ഉണ്ടാക്കി വെക്കും. ഇത് സർപ്ലസ് ഒന്നുമല്ല, റിജക്റ്റഡ് ആണ്. ചുമ്മാ അത് സർപ്ലസ് എന്ന് എഴുതി വെച്ചേക്കുവാണ്. ഈ റിജക്റ്റഡ് സാധനം ഈ ഫാക്ടറികളെല്ലാം ഇത് തൂക്കിയാണ് വയ്ക്കുന്നത്. തിരുപ്പൂരിലാണെങ്കിലും കോയമ്പത്തൂരാണെങ്കിലും. കാരണം റിജക്റ്റഡ്, അവിടെ ഒരു കുത്തോ ചിലപ്പോൾ ബട്ടൺസ് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞ് ഇവർ റിജക്റ്റഡാണ്. ഇത് തൂക്കി വെക്കുമ്പോൾ ചില ആൾക്കാർ പോയി അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഈ സാധനം ഈ റോഡിൽ സൈഡിലും അവിടെ ഇവിടെയൊക്കെ പല ഷോറൂമിൽ കൊണ്ടിരുന്ന് ഇത് വിൽക്കുന്നു. അതാണ് ഞാനും നീയും വാങ്ങുന്നത്. ഈ ഫാക്ടറിക്ക് നഷ്ടമൊന്നുമില്ല. അപ്പം അവനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കും, 10 മുതൽ 13-14% അവനതിൻ്റെ അകത്ത് അറിയാം ഇത് റിജക്റ്റഡ് ആകും എന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പം ആ സാധനം, റിജക്റ്റഡ് സാധനം വാങ്ങുന്നൊരു ഇന്ത്യക്കാരനാണ് ഞാനും നീയും. നിങ്ങൾക്കത് ബോധിച്ചു സംഭവം? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരല്ല ഞാൻ. എന്തുകൊണ്ട് ഇത് ഡീൽ ചെയ്യുന്നില്ല? ഇവിടെ അല്ലയോ ബേസിക്കലി ഇവിടെ ഉണ്ടാക്കുന്ന സാധനം എനിക്കും നിനക്കും അല്ലയോ വാങ്ങേണ്ടത്. ഇനി അമേരിക്കയിൽ പോകുമ്പോൾ സംഭവം നിങ്ങൾക്കറിയാം. ഇപ്പം ഞാനിപ്പോൾ US പോയി, ഞാൻ പല ആവർത്തി പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യക്കാർ ചെയ്യുന്ന പരിപാടി നിങ്ങൾക്കറിയാം ബേസിക്കലി. കാരണം അമേരിക്കൻ ഫ്ലൈറ്റുകളിൽ ഇൻ്റർനാഷണൽ പോകുന്ന ഫ്ലൈറ്റ് എല്ലാം ലോങ് ഹോൾ ഫ്ലൈറ്റാണ്. ഒരാൾക്ക് 46 കിലോ അവർക്ക് കൊണ്ടുപോകാം. അതായത് 2 വലിയ പെട്ടികൾ കൊണ്ടുപോകാം. ഈ പോകുന്ന ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നതെന്നറിയും? അവിടെ പോയിട്ട് അവരെ കൊണ്ടുവന്ന് പെട്ടിന്ന് 2 വലിയ പട്ടികൾ വാങ്ങിയിട്ട് ഈ സാധനം മുഴുവൻ അവരവിടെ നിന്ന് ലോഡ് ചെയ്യുക. ഞാനും അത് ചെയ്തു. കാരണം എനിക്ക് വളരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത്. എനിക്ക് 2 അണ്ടർവെയർ ഇവിടുന്ന് മേടിക്കുവാണെങ്കിൽ 1000 രൂപയാണെങ്കിൽ അവർ 10 അണ്ടർവെയർ മേടിക്കും. എനിക്ക് 700 രൂപ ആവുന്നുള്ള സെയിം അണ്ടർവെയർ സെയിം ക്വാളിറ്റി. ഞാൻ പിന്നെ ഇവിടുന്ന് മേടിക്കുമോ അവിടുന്ന് മേടിക്കുമോ? ഇവിടെ ഉണ്ടാക്കുന്ന സാധനം എന്തിനാ ഞാൻ ഇവിടുന്ന് മേടിക്കേണ്ട ആവശ്യം എന്തുവാ? ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഇതാണ് യഥാർത്ഥ ചോദ്യം. ഇന്ത്യക്കാരനായി എനിക്കും നിനക്കും ഇവിടെ സാധനം വാങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ പോയി സായിപ്പിൻ്റെ കടയിൽ പോയി മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാനത് ഉപയോഗിക്കുക. എൻ്റെ പണം എൻ്റെ രാജ്യത്താണ് ഞാൻ ചെലവാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ടാക്സ് വന്ന് ഞാൻ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കി. ഈ മാനുഫാക്ചേഴ്സിനോട്
അവർ പറഞ്ഞു ഇന്ത്യയിൽ വളരെ വൃത്തികെട്ട ഒരു ടാക്സിൻ്റെ സിസ്റ്റം ഇട്ടിരിക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് ഈ സംഭവം. കവർ ചെയ്തതിനും പ്ലാസ്റ്റിക് ഇട്ടതിനും മറ്റൊരു ടാക്സ്, അത് കഴിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചാൽ വേറെ ടാക്സ്, പിന്നെ അതും ടാക്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഈ മാനുഫാക്ചറിന് ഇത്രയേ കിട്ടുന്നുള്ളൂ. അവനിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പോയാലും അമേരിക്കൻ മാർക്കറ്റിൽ പോയാലും സെയിം എമൗണ്ടാണ്. ഗവൺമെൻറ് അത് ഫോറിൻ കറൻസി കിട്ടുന്നു, ഇത്രയേ ഉള്ളൂ. നേരത്തെ ഗവൺമെൻറ് അതിന് റിബേറ്റ് കൊടുത്തിരുന്നു മാനുഫാക്ചർ, ഇപ്പോഴും വലിയ സംഭവമൊന്നുമില്ല. അപ്പം ഇവിടെ വലിയൊരു ടാക്സും കോളമാക്കിയ ടാക്സ് ഉണ്ടാക്കിയിട്ട് GST അതും ഇതും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇതിനേക്കാളും വില കുറച്ച രീതിയിൽ മനസ്സിലാക്കുക. ഇവിടത്തേക്കാളും കൂടുതലാണ് അവിടെ ഒരു എംപ്ലോയിയുടെ സാലറി, ഇവിടത്തേക്കാളും കൂടുതലാണ് അവിടെ റെൻറ്റ്. അവിടെ കൊണ്ട് അവനത് വിൽക്കുമ്പോൾ അവന് ലാഭം, ഞാൻ വാങ്ങുന്ന എനിക്ക് ലാഭം, എൻ്റെ രാജ്യത്ത് ചിലവാക്കേണ്ട പണം ഞാൻ അവിടെ കൊണ്ട് ചിലവാക്കുന്നു. ഇത് ആരുടെയാണ് പ്രശ്നം? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് പറയുമ്പോൾ ആദ്യം തലയ്ക്കകത്തിടുക, ഇത് ഇന്ത്യക്കെതിരെ പറയുന്നതല്ല. ഒരു ഇന്ത്യക്കാരനായി ഞാൻ എൻ്റെ എക്കോണമി ചിലവഴിക്കേണ്ടത് ഇവിടെയാണ്. ഈ രാജ്യത്ത് എനിക്കത് വാങ്ങാൻ പറ്റുന്നില്ല, ഒരു മിഡിൽ ക്ലാസ് ആയി എനിക്ക് വാങ്ങാൻ പറ്റുന്നില്ല. ഇതിൻ്റെ കുറവ് നികത്താൻ മോദി ഗവൺമെൻറ് എന്ത് കുന്തമാണ് ചെയ്തത്? ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ പാഠം.